നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. അഷ്ടമത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ശനി നിൽക്കുന്നതെങ്കിലും അത് 14-ാം തീയതി വരെ സൂര്യനോട് ചേർന്നാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ സഹായസ്ഥാനാധിപതിയും ദുരിതഭവനാധിപതിയായിട്ട് ബുധന് നീചാവസ്ഥ വന്നു. 25-ാം തീയതി മേടൻ രാശിയിലേക്ക് ബുധൻ മാറുന്നത് വരെ നീചത്തിലാണ് നിൽക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത് അമൃതവർഷഖണ്ഡകാരകനായിരിക്കുന്ന രാഹുവാണ്. സഹായസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവും നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു അനുകൂലമല്ലാത്ത രീതിയിലുള്ള സ്ഥിതിയാണുള്ളത് എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കുറച്ച് അലച്ചിലൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ചാരവശാൽ 10ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് ഭവന സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ട് വീട് വിട്ടു പോയാലോ എന്ന് വരെ തോന്നുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാൻ ഇടവരാനുള്ള ഒരു സമയമാണ്. എന്നാൽ പഞ്ചമഹാപുരുഷയോഗത്തിലെ രുചകായോഗം ചെയ്തിട്ട് പൂർവ്വപുണ്യസ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ കർമാധിപത്യം വഹിച്ച് 7ൽ നിൽക്കുന്നതുകൊണ്ട് ഉത്സാഹശൗര്യ ധനസാഹസവാൻ പ്രസിദ്ധ ശ്രീമാൻ രണേഷ് വിജയി നൃപവല്ലവശ എന്ന് പറയുന്ന യോഗമാണ്. അതായത് ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. എന്ത് പ്രവൃത്തിയെടുത്ത് ധനം സമ്പാദിക്കാനായിട്ടും ധനം സമ്പാദിച്ച് രാജാവിനെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു യോഗമാണ് 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ 7ൽ ചൊവ്വ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കർമാധിപതിയായിരുന്നു തൊഴിലിൽ നേതൃത്വ സ്വഭാവം ഉണ്ടാകുകയും തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഉണ്ടാകുകയും ചെയ്യും. പൂർവ്വമായിരിക്കുന്ന പുണ്യം അനുഭവിക്കാനുള്ളൊരു യോഗമുള്ള സമയമാണ് എന്ന് വേണം കരുതാനായിട്ട്. എന്നാൽ 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് തടസ്സങ്ങൾ, ഭാര്യയ്ക്ക് ദേഷ്യം, എടുത്തുചാട്ടം, തലവേദന പോലെയുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ഒരു രോഗം മാറിക്കഴിഞ്ഞാൽ അടുത്തൊരു രോഗം എന്ന് പറയുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് രോഗാവസ്ഥ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. അതുമാത്രമല്ല ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ 14-ാം തീയതി വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ധനാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ പരാജയപ്പെടുമോ എന്നുള്ള രീതിയിലുള്ള ഭീതി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. മാത്രമല്ല പൂയ നക്ഷത്രത്തിൻ്റെ 2ാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അലസത വർദ്ധിക്കും, പഠനത്തിൽ ശ്രദ്ധ കുറയും. അതുപോലെ തന്നെ ദാമ്പത്യ സുഖക്കുറവ് ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ്. ഇപ്പം ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പോലും മാനസികമായിട്ട് അകൽച്ച അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പ്രവർജ്യ യോഗമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം തീയതി കുംഭത്തിലേക്കാണ് ശുക്രൻ മാറുന്നത്. അപ്പോൾ കുംഭത്തിൽ ശുക്രൻ നിൽക്കുന്നത് ശനിയോട് ചേർന്നായത് കാരണം കൊണ്ട് ശുക്രന് മന്ദയോഗം എന്ന് പറയുന്നൊരവസ്ഥ വരുന്നത് ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ അത്ര നന്നല്ല. അതുപോലെ തന്നെ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം, ഈ മാസം കുറച്ച് അനുകൂലമല്ലാത്തൊരു സമയമായിട്ടാണ് കാണുന്നത്. 10ാം ഭാവത്തിൽ ഭാഗ്യാധിപതി നിൽക്കുന്നത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അപ്പോൾ കർമ്മസംബന്ധമായിട്ട് അനുകൂലമാണ്. എന്നാൽ ഭാഗ്യത്തിനിടയ്ക്ക് മുറിവ് സംഭവിക്കാൻ സാധ്യതയുള്ളത് കാരണം, അല്ലെ ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതയുള്ളത് കാരണം സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇനി ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ജോലി കിട്ടാനുള്ള യോഗമുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെയാണ് കാണുന്നത്. സംസാരം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് അപ്രിയമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കുകയും വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന പ്രവണതയുണ്ടെങ്കിൽ അത് അങ്ങനെ വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഈ മാസത്തിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ കഴുത്ത്, നടുവ് എന്നീ ഭാഗങ്ങളുള്ള രോഗാവസ്ഥ, വേദന, വിഷമം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവ ചെയ്യുക. ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്താൽ ഈ മാസം വലിയ തടസ്സങ്ങളില്ലാതെ പൂയ നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.